2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനരധിവാസം പുനർഗേഹം പദ്ധതിക്കായി അനുവദിച്ചത് 40 കോടി രൂപ. പക്ഷേ ചെലവഴിച്ചത് വെറും 13 കോടി മാത്രമാണ്. 27 കോടിയോളം രൂപ ചെലവാക്കാതെ സർക്കാർ മടക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പുനർഗേഹം പദ്ധതിക്കായി ലഭിച്ച അപേക്ഷയിൽ പകുതിയോളം തീർപ്പാക്കാനുമായിട്ടില്ല. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ വീട് നൽകാൻ സാധിച്ചത് 3000-ൽ താഴെ ആളുകൾക്ക് മാത്രം. ഇതെല്ലാം വീടിരുന്നതാണ്, ഇതെല്ലാം പോയി കഴിഞ്ഞു. ഞങ്ങൾക്ക് ജീവിതം ഇല്ല, മത്സ്യം കടലിൽ മത്സ്യമില്ല, ഞങ്ങൾ കഞ്ഞിയില്ല, ഞങ്ങളെ മക്കളെല്ലാം പട്ടിണിയിലാണ് കഴിയുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തീരദേശ മേഖലയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടോ? കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ എവിടം വരെയായി? അതൊക്കെ ഒന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പുനർഗേഹം. പുനർഗേഹം പദ്ധതിയിൽ ആശ്വാസം ലഭിക്കാത്ത 18,149 കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഇതുവരെ 21,161 അപേക്ഷകൾ സംസ്ഥാനത്ത് പുനർഗേഹം പദ്ധതിക്കായി ലഭിച്ചിട്ടുണ്ട്. കടല് കാർന്നുന്ന ജീവിതങ്ങളെ സംരക്ഷിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പുനർഗേഹം. ഇവർക്ക് സുരക്ഷിതമായിട്ടുള്ള പാർപ്പിടം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഏതാണ്ട് 40 കോടിയോളം രൂപ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ 40 കോടി രൂപയും എത്തേണ്ട കൈകളിലാണോ എത്തിയത്? പുനരധിവാസം ലഭിച്ചത് 3012 കുടുംബങ്ങൾക്ക് മാത്രം. 2020 പദ്ധതി ആരംഭിച്ചു. 2025 ആയപ്പോഴേക്കും പകുതി പോലും പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക വർഷത്തിൽ 40 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പുനർഗേഹം പദ്ധതിയുടെ നടത്തിപ്പിനായി ബജറ്റിൽ വകയിരുത്തിയത്. 27 കോടി രൂപ ഇപ്പോഴും ചെലവാക്കിയിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത്, 4660 അപേക്ഷകൾ. തിരുവനന്തപുരത്ത് 4116 പേർ പുനർഗേഹം പദ്ധതിയിലൂടെ പുനരധിവാസത്തിനായി അപേക്ഷ നൽകി. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ അത് 3515 പേരാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവതരിപ്പിച്ച ബജറ്റുകളിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജുകളും പ്രത്യേക തുകകളും അനുവദിക്കാറുണ്ട്. പക്ഷേ ഈ തുകയെല്ലാം എവിടെ പോയെന്ന് കേരളത്തിലെ തീരദേശം കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ പുനരധിവാസം നടന്നത് തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. പുനരധിവാസം നടന്ന തിരുവനന്തപുരം ജില്ലയിൽ 777 കുടുംബങ്ങളെ മാത്രമാണ് സർക്കാരിന് മാറ്റി താമസിപ്പിക്കാനായിട്ടുള്ളത്. ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. എന്നാൽ ഈ തുക പര്യാപ്തമല്ല എന്നാണ് പരാതി. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള തീരദേശങ്ങളിൽ ആയിരക്കണക്കിന് വീടുകളാണ് ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. വ്യക്തമായിട്ടൊരു പ്ലാനിംഗ് വേണം, വ്യക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇവർക്ക് വേണം. എങ്കിൽ മാത്രമേ ഈ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓരോ ബജറ്റിലും വരുന്ന പ്രഖ്യാപനങ്ങൾ അത് നടപ്പിലാക്കേണ്ട രീതിക്ക് നടപ്പിലാക്കണം. ഇത്തവണയും ഇവർക്ക് സഹായമായി എന്തെങ്കിലും ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറം ഇത് നടപ്പിലാക്കണം. ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.